നല്ല പ്രാവീണ്യമുള്ള സ്വഹാബത്തും ശത്രു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധം, അത് ആ സ്ഥലത്ത് മാത്രമാണ് അതിൻ്റെ ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ ആക്രമണം അങ്ങനെയല്ല ഉള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തും മിസൈൽ ആക്രമണം നടക്കുമ്പോൾ ഒന്നും അറിയാത്ത ചെറിയ മക്കൾ വരെ ആ നിമിഷം തന്നെ പടഞ്ഞു മരിച്ചു പോവുകയാണ്. വലിയ വലിയ ഭീമാകാരന്മാരായിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ തകർന്നു പോകുന്ന വലിയ വലിയ സംവിധാനം കണ്ടെത്തിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മുഴുവൻ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ലോകത്ത് അള്ളാഹു സമാധാനം നിലനിർത്തുമാറാവട്ടെ. ഇതിലൊന്നും നമുക്ക് വ്യാകുലപ്പെടേണ്ടതില്ല. ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഈ ആഖിറു സമാൻ അടുക്കുന്ന സമയത്ത് മരിക്കുന്ന വ്യക്തി, കൊല്ലുന്ന വ്യക്തി ഞാൻ എന്തിനാണ് ആ മനുഷ്യനെ കൊന്നത് എന്നറിയില്ല, കൊല്ലപ്പെട്ട വ്യക്തി ഞാൻ എന്തിനു കൊല്ലപ്പെട്ടു എന്നറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിൽ വരുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അവമിൻ കില്ലത്തിൻ യാ റസൂലല്ലാ, അന്ന് തങ്ങളുടെ അനുയായികൾ കുറഞ്ഞ കാരണത്താലാണോ ഇങ്ങനത്തെ ഒരു അക്രമവും കളയും വരിക എന്ന് ചോദിച്ചപ്പോൾ ലാ, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ബൽഹും കസീർ, അധികരിച്ചവരാണവർ. എത്രയോ വലിയ സമുദായത്തിൻ്റെ ആളുകൾ ഇഷ്ടം പോലെ ധാരാളമുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ, അവരുടെ കൽബിൽ ഈമാന് തൊട്ട് തീണ്ടിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നോക്കിക്കണ്ടിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈമാനാണ് നമ്മുടെ ലക്ഷ്യം. ഈമാൻ ഇല്ലാതെ നാം മരണപ്പെട്ടു പോയാൽ പിന്നീട് നമ്മുടെ അങ്ങോട്ടുള്ള മുഴുവൻ ജീവിതവും കഷ്ടത്തിലാണ്. ഈമാൻ എന്ന ഒരു വലിയ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് മുഖേന നമുക്ക് അള്ളാഹു തആല തന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കാതെ നമുക്ക് കിട്ടിയതാണ് ഈമാൻ, ഇസ്ലാം. നമ്മളാരും നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ അള്ളാഹു തആല നമുക്ക് നൽകിയ ഈമാൻ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായികളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളായി ഭാഗ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ച അമ്പിയാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചോദിക്കാതെ നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും കളഞ്ഞ് കുളിക്കാൻ പാടില്ല. അത് എന്നോട് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്രക്കും നല്ലൊരു രാവിലും ഒരു രാത്രിയിലുമാണ് ഈ പാതിരാ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചോ സൃഷ്ടാവായ റബ്ബ് നമുക്ക് തരാൻ കരുണയുള്ള കാരുണ്യവാനാണ് അള്ളാഹു. അവൻ്റെ കരുണ നമ്മളിലേക്ക് വർഷിപ്പിച്ചു തരുമാറാവട്ടെ.